പുനരധിവാസ പദ്ധതിക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് തീരുമാനം. വി അരുൺ ചേർന്നു. അരുൺ, പ്രത്യേക മന്ത്രിസഭാ യോഗം തന്നെ ചേർന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മാസ്റ്റർ പ്ലാൻ അടക്കം ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്? 2 മണിക്കൂറിലേറെ നീണ്ട വിശദമായ ചർച്ചയാണ് വയനാട് പുനരധിവാസ പദ്ധതിയിൽ മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ച കരട് രേഖ, പദ്ധതി രേഖ മന്ത്രിസഭാ യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനം 30ഓളം തീരുമാനങ്ങളാണ് വീടുകളുടെ എണ്ണം ഉൾപ്പെടെ വീടുകളുടെ രൂപകൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായ 30ഓളം തീരുമാനങ്ങളാണ് മന്ത്രിസഭാ യോഗം ഇന്ന് എടുത്തത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്പോൺസർമാരുടെ യോഗം ചേരുകയാണ്. ഏറ്റവും പ്രധാനം സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെ വേഗം പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കൃത്യമായി എന്തെല്ലാമാണ് പദ്ധതി വിശദാംശങ്ങളെന്ന് വരും മണിക്കൂറുകൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും. ഏതായാലും സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കും. ഭൂമി ഏറ്റെടുക്കൽ, വീടുകളുടെ രൂപകൽപ്പന, വീടുകളുടെ വിസ്തീർണമടക്കമുള്ള കാര്യങ്ങൾ, സ്പോൺസർമാരെ എങ്ങനെ ക്രമീകരിക്കും തുടങ്ങിയ ഉൾപ്പെടെ 30ഓളം കാര്യങ്ങൾ വിശദമായ ചർച്ചയാണ് മന്ത്രിസഭാ യോഗത്തിൽ നടന്നത്. വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ അദ്ദേഹം ഈ പദ്ധതി വിശദമായി തന്നെ അവതരിപ്പിക്കും. അതിന് മുന്നോടിയായി ഇപ്പോൾ സ്പോൺസർമാരുടെ പ്രധാനപ്പെട്ട വയനാട് പുനരധിവാസത്തിന് സഹായം ചെയ്യാൻ വന്ന സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. അതായത് സ്പോൺസർമാരിൽ ആദ്യഘട്ടത്തിലുള്ളവരുമായിട്ട് 50 വീടുകൾ താഴെ വാഗ്ദാനം ചെയ്തവരുമായി പിന്നീടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ തുടർ ചർച്ചകൾ വളരെ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനങ്ങൾ. റവന്യൂ വകുപ്പ് സർവേ ഒക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ തുടരുകയാണ്. ഇതിന്റെ നിയമപ്രശ്നങ്ങളും സർവേ ചെയ്യണം, നഷ്ടപരിഹാരം കൊടുക്കുന്നതുമെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണോ സർക്കാരിന്? ആ തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയാണോ സർക്കാരിന്റെ മുന്നിലുള്ളത്? അപർണ, ഈ ഭൂമി ഏറ്റെടുക്കൽ ബന്ധപ്പെട്ട കോടതിയിൽ കേസ് നടക്കുമ്പോൾ തന്നെ സർക്കാർ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. കോടതിയിൽ അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ അത്തരം നടപടികളിലേക്ക് പോയത്. ഭൂമി കണ്ടെത്തി അതിൻ്റെ സർവേ അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗത്തിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പോഴും ചില സിവിൽ കേസുകൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട്. അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത്. ഉടമകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള മറ്റ് നടപടികൾ വിജ്ഞാപനമടക്കം വേണ്ടിവരും. കാരണം ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാകും. ഇതിനകം തന്നെ ഈ ടൗൺഷിപ്പിന്റെ രൂപരേഖയൊക്കെ സർക്കാർ തയ്യാറാക്കി. അതൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിശദമായി തന്നെ ചർച്ചയ്ക്ക് വന്നു. ഇനി സ്പോൺസർമാരുടെ അവരുടെ താല്പര്യം കൂടി അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ കൂടി പിന്തുണയോടുകൂടി തന്നെ ഇത് നടപ്പാക്കാൻ കഴിയൂ സർക്കാർ. അതുകൊണ്ട് തന്നെ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. വളരെ നിർണായകമാണ് സ്പോൺസർമാരുമായുള്ള യോഗം. ആ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.